നമസ്കാരം, ഞാൻ അനിൽ കുമ്പഴ. കുമ്പഴൻ ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോയിലെ പോലെ തന്നെ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് പൊട്ടിപ്പൊളിഞ്ഞിടക്കുന്ന വീടുകൾ, കാലപ്പഴക്കം ചെന്ന വീടുകൾ, അതിനൊരു താഴുണ്ടാകും. അപ്പൊ നമ്മൾ സിനിമയിൽ പുതിയ താഴുകൾ മേടിച്ചിട്ടാണ് നമ്മൾ അത്തരത്തിൽ ഷൂട്ട് ചെയ്യുന്നത്. പഴയ താഴുകൾ, അത് കാലപ്പഴക്കം ചെന്ന ഒരു താഴ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിന് അതുപോലെ താക്കോല് വേണമെന്നില്ല. അപ്പൊ നമ്മൾ പുതിയ താഴ് മേടിച്ചിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ പുതിയ താഴ് മേടിച്ചിട്ട് ഇത്തരത്തിൽ വളരെ ഡൾ ചെയ്തിട്ട് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഇവന്റിന്റെ ഗോഡൌണിലാണ്. ഇവന്റ് നമ്മുടെ വെഡിങ് വർക്കുകളാണ്. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ റെന്റിനും കൊടുക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിന്റെ നമ്പറുകൾ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കണം. അപ്പോൾ നമുക്ക് ഈ വർക്ക്ഷോപ്പിലേക്ക് പോവാം. ഇതിനായിട്ട് ഒരു താഴ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ പുതിയ താഴാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുറച്ച് കോട്ടൺ പേസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ SR ഉണ്ട്, അതേപോലെ തന്നെ അംബർ പൗഡർ, അതായത് നമ്മൾ വുഡ് പോളിഷിനൊക്കെ ചെയ്യുന്നതാണ്, വുഡ് കോട്ടൺ എന്ന് പറയും, അതുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ ഡൾ ചെയ്യാൻ, അതേപോലെ തന്നെ ഇതൊന്ന് തീ കത്തിക്കണം, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇത്രയും ഫ്രഷ് ആയിട്ടുള്ളൊരു സാധനം നമുക്ക് ഡള്ളാക്കണമെങ്കിൽ നമ്മളിങ്ങനെ ഒരച്ചൊക്കെ ഡള്ളാക്കാനൊന്നും വർക്കൗട്ട് ആകത്തില്ല. അപ്പൊ അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ SR കുറച്ച് പുരട്ടിയിട്ട് നമ്മൾ അതിന്റെ മുകളിലേക്ക് ഈ കോട്ടൺ പേസ്റ്റ് കുറച്ച് തൂത്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് തീ കത്തിക്കും. അതാണ് സിമ്പിൾ പരിപാടി, അത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ അങ്ങോട്ട് നമ്മളിപ്പോ ഇതിങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടേ നമ്മളങ്ങോട്ട് കത്തിക്കണം കേട്ടോ. SRും കോട്ടൺ പേസ്റ്റും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഡൾ ചെയ്തേക്കുക. അതായത് SR അതേ മുക്കിയിട്ട് കോട്ടൺ പേസ്റ്റ് അതിൻ്റെ അകത്ത് ഇട്ട് നമ്മൾ കത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പെട്രോളിയം ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തീ കത്തും. അപ്പോൾ അതിന്റെ തീ കത്തി തീരാറായിരിക്കുകയാണ്. അപ്പോൾ ഇതിനി നമുക്ക് ഇത് ഡള്ളായത് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതെടുത്തൊന്ന് തണുക്കാനായിട്ട് വെക്കണം. അപ്പോൾ അത് നമുക്ക് ആദ്യം ചെയ്യാം. ഇതാണ് സാധനം കേട്ടോ. മോനെ നീ കേൾക്കുന്നുണ്ടോ മോനെ? ഇത് ഈ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഈ ബ്രൈറ്റ്നെസ് കാണുന്നുണ്ട് അല്ലേ? അത് വേണമെങ്കിൽ ഒന്ന് കത്തിച്ചെടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാവും. സെറ്റാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിൻ്റെ വിശ്വാസവും സെറ്റാവും ആകണമല്ലോ.
ഇതേപോലെ നമുക്ക് ഫുള്ള് തുരുമ്പിച്ചൊരവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് ആ വുഡ് കോട്ടന്റെ പൗഡർ മതി. പിന്നെ അതേപോലെ തന്നെ ഈ SR വെച്ചിട്ട് ഇതൊന്ന് കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫീൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ചില ഭാഗങ്ങളിലൊക്കെ ഡള്ളാക്കണമെങ്കിൽ ഫുള്ള് ഇത്തരത്തിൽ ചെയ്താൽ മതി. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങളെ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു ഇത് ചെയ്തത്. കൊടുത്താൽ മതി, മനസ്സിലായോ? വുഡ് കോട്ട് നമുക്ക് എടുത്ത് കഴിഞ്ഞാൽ ബ്രൗൺ കളറാണ്. ഈ തുരുമ്പുമായിട്ട് ഭയങ്കര മാച്ച് ഉണ്ടോ? അപ്പൊ നിങ്ങൾ കണ്ടു എത്ര മനോഹരമായിട്ടാണ് നമ്മളിപ്പോൾ ഡൾ ചെയ്തിരിക്കുന്നത്. നോക്കി. അപ്പോൾ ഇത് പുതിയൊരു താഴാണ് നമ്മളിത് ചെയ്തതെന്ന് പറയുമോ? ഇല്ലല്ലോ. ഉണ്ടാ. ഇനിയിപ്പോൾ ഇതിന്റെ പുറത്തൂടെ നമ്മൾ മുന്നേ ഉള്ള എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട് ചെലന്തിവല അടിക്കുന്നത്. അപ്പോൾ ഈ ചെലന്തിവലയൊക്കെ അടിച്ച് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഫീൽ ആയിരിക്കും കേട്ടോ. ചെലന്തിവലയുടെ എപ്പിസോഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ ആ എപ്പിസോഡ് ഒന്ന് കാണണം, ചെലന്തിവല എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതും അതിന്റെ പുറത്തൂടെ ചെലന്തിവലയൊക്കെ അടിച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഫീൽ ആയിരിക്കും. അപ്പോ ഇത് കണ്ടില്ലേ, ഇതാണ് താഴിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോ ഈ ഡള്ളിങ് എപ്പിസോഡ്, അതായത് ഒരു താഴ്, ഫ്രഷ് ആയിട്ടുള്ള ഒരു താഴ് എങ്ങനെയാണ് മനോഹരമായ രീതിയിൽ ആ സിനിമയ്ക്ക്, ആ കഥയ്ക്ക് ആപ്റ്റ് ആകുന്ന രീതിയിൽ ഡള്ള് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ട് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് പല ആൾക്കാരും ഭയങ്കരമായിട്ട് രീതിയിൽ കട്ടറൊക്കെ എടുത്തിട്ട് ഭയങ്കര രീതിയിൽ ചിരണ്ടി ഡള്ള് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഒരിക്കലും ഇത് ഡള്ളാകത്തില്ല. അതിന് ഫ്രഷ്നസ് എപ്പോഴും നിൽക്കും. ഇത്തരത്തിൽ ഡൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഡൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുകൂടി ഞാൻ പറയുന്നു, ഈ എപ്പിസോഡൊക്കെ ഷോർട്ട് ഫിലിം ചെയ്യുന്ന കലാകാരന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പുതിയ എപ്പിസോഡുമായി കാണുമ്പോഴേക്കും ബൈ.